ഹായ് ഗായ്സ്, അതെ, ഒരു പ്രിപ്പറേഷനുമില്ലാതെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ച പ്ലേസാണിത്. അതുകൊണ്ട് തന്നെ യാതൊരു ടൈം പ്ലാനിങ്ങോ എവിടേക്ക് ആദ്യം ചെല്ലണമെന്ന് യാതൊരു പ്രിപ്പറേഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അമ്പത്തൂരിൽ നിന്ന് ഏകദേശം 1 hour 45 minutes അവിടേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 7:45 ഇറങ്ങി. ഒരു ചായയും പോകുന്ന വഴിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഏകദേശം ഒരു 10 o'clock ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പ്ലേസ് മഹാബലിപുരമാണ്. യെസ് ഗൈസ്, ടുഡേ വി ആർ എക്സ്പ്ലോറിംഗ് ദ ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ടൗൺ ഓഫ് മഹാബലിപുരം. 40 രൂപയുടെ ടിക്കറ്റും എടുത്ത് നമ്മൾ ആദ്യം ചെന്നത് ഷോർട്ട് ടെമ്പിളിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണ് ഷോർട്ട് ടെമ്പിൾ. മഹാബലിപുരത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഷോർട്ട് ടെമ്പിൾ. കടൽ തീരത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഷോർട്ട് ടെമ്പിൾ എന്ന പേര് വന്നു. ഇതിൻ്റെ ആർക്കിടെക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ്രാവിഡ സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. ഗ്രാനൈറ്റ് കല്ലുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രധാന ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. 2 ശിവക്ഷേത്രവും 1 വിഷ്ണു ക്ഷേത്രവുമാണുള്ളത്. ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ശിവലിംഗവും വിഷ്ണുവിൻ്റെ ശയനമൂർത്തിയുമാണ്. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, പല്ലവരുടെ ശില്പവിദ്യയും ദൈവഭക്തിയും ചേർന്ന അതുല്യ സൃഷ്ടി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ ചെന്ന് നമ്മളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത സ്പോട്ടിലേക്ക് പോയി. അങ്ങനെ അടുത്ത പ്ലേസ് ആയിരുന്നു അർജുന പെനൻസ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റോക്ക് റിലീഫ് സ്കൾപ്ചർ ഇൻ ദ വേൾഡ്. പേര് പോലെ തന്നെ അർജുന ഭഗവാൻ ലോർഡ് ശിവയെ പ്രാർത്ഥിച്ച് ശക്തിയുള്ള ആയുധമായി പശുപതാസ്ത്രം നേടാൻ തപസ് ചെയ്യുന്ന ദൃശ്യമാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. പിന്നെ ഗംഗയുടെ ഭൂമിയിലേക്കുള്ള അവതരണവും അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേക കാഴ്ചകൾ എന്തെന്ന് വെച്ചാൽ ദേവന്മാർ, മുനികൾ, എലിഫൻസ്, അനിമൽസ്, ഇതിൻ്റെ മനോഹര ശില്പങ്ങൾ അതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ആനകളുടെ കുടുംബശില്പവും അതിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇതിന് 27 മീറ്റർ നീളവും 9 മീറ്റർ ഉയരവുമുണ്ട്. ഇതിന് മനോഹരമായി 100ഓളം ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള സ്കൾപ്ചറാണിത്. ഇറ്റ് ഈസ് നോട്ട് എ സ്കൾപ്ചർ, ഇറ്റ് ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ. മഹാബലിപുരം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സീ ദ അട്രാക്ഷൻ, ഡോണ്ട് മിസ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കൃഷ്ണമണ്ഡപത്തിലേക്കാണ് അടുത്തത് ചെന്നത്. ശരിക്കും പറഞ്ഞാൽ മഹാബലിപുരത്തിലെ സൂപ്പർ ബ്യൂട്ടിഫുൾ സ്പോട്ടാണിത്. ഹിസ്റ്ററിയും മിത്തോളജിയും ഒരുമിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മാസീവ് സ്റ്റോൺ ക്രേവിംഗ് ആണ്. ശക്തമായ മഴയിൽ വില്ലേജ് പീപ്പിൾസിനെ രക്ഷിക്കാനായിട്ട് കൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തുന്ന സീനാണ് ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഓരോ ശില്പങ്ങളിലും കാണാൻ പറ്റും വില്ലേജസ്, കൗസ്, അനിമൽസ് വളരെ നാച്ചുറലായിട്ട് തന്നെ ക്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഡിവൈൻ പ്ലേസ്, ഇറ്റ് ഈസ് എ വില്ലേജ് ലൈഫ് സ്റ്റോറി കൂടി ഇവിടെ കാണിക്കുന്ന ഒരു ആർട്ട് വർക്കാണിത്. ഇങ്ങനെ ഡെഫിനറ്റായിട്ട് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സീ അട്രാക്ഷൻ തന്നെയാണ് കൃഷ്ണമണ്ഡപം. നല്ല വെയിലായിരുന്നു, ഏകദേശം ഉച്ചയായിരുന്നു സമയം. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇനി കരിഞ്ഞു പോകാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ചെന്നു ഗീത റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മഹാബലിപുരം വരികയാണെങ്കിൽ മോർണിംഗ് 6 to 10 അല്ലെങ്കിൽ ഈവനിങ് 4 to 6 ആ ഒരു ടൈം ചൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ഫുഡ് കഴിച്ചു, മീൽസൊക്കെ കഴിച്ച് തൊട്ടടുത്ത് തന്നെ മായാജൽ തിയേറ്റർ ഉണ്ടായിരുന്നു. വാഴ 2 മൂവി ഒന്നുകൂടി കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തു. നേരെ മൂവിക്ക് കയറി വാഴ 2 മൂവി നല്ല ആസ്വദിച്ച് കണ്ടിട്ട് 5:45 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള കടയിൽ ചെന്ന് ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. ബീച്ചിലേക്ക് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. സൺസെറ്റൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോയതാണെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. വളരെ നല്ലൊരു ഡേ ആയിരുന്നു. ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.